മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. മാമ്പഴം, അരമുറി തേങ്ങ, പച്ചമുളക്, മുളക് പൊടി, ജീരകം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ശർക്കര, വെളുത്തുള്ളി, കട്ടത്തൈര് ഇതെല്ലാം ചേർത്തുകൊണ്ടാണ്. ഇവിടെ പച്ചമുളക് കീറിയെടുത്തു, അതിലേക്ക് ഉരച്ച ശർക്കര ചേർക്കുന്നു. പിന്നെ ഞാൻ 4 മാമ്പഴമാണ് തൊലി കളഞ്ഞെടുത്തത്. അതിൽ 3 മുഴുവനോടെ ചേർക്കുകയും ഒരെണ്ണം അരിഞ്ഞ് ചേർക്കുകയും ചെയ്യുന്നുണ്ട്. കഷ്ണങ്ങളെല്ലാം മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഞാൻ 1/2 കപ്പോളം വെള്ളം ചേർത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്തിട്ട് 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് തിളപ്പിച്ചെടുക്കുകയാണ്. നല്ലപോലെ വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഈ സമയം നമുക്ക് തേങ്ങ, ജീരകവും വെളുത്തുള്ളിയും ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കറിക്കുള്ള പാകമായിട്ടുണ്ട്. നല്ലപോലെ തിളച്ച് വെന്തിട്ടുണ്ട്. അതിലേക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/2 ഗ്ലാസ്സോളം തൈരും ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഈ സമയം നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർക്കണം. ഇനി തിളച്ച് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം തന്നെ ടേസ്റ്റ് ചെയ്താൽ നല്ല രുചിയാണ്. പക്ഷേ നമ്മുടെ കറി റെഡിയാവാൻ കുറച്ചും കൂടി സാവകാശം എടുക്കും. ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് താളിപ്പ് റെഡിയാക്കാം. അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ഞാൻ ആദ്യം ചേർക്കുകയാണ്. ഉലുവ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കടുക് ചേർക്കണം. ഞാൻ കടുക് ചേർക്കുകയാണ്. കടുക് പൊട്ടി വന്നതിന് ശേഷം 2 വറ്റൽമുളക് ചേർക്കേണ്ടതുണ്ട്. അത് ഞാൻ നടുകീറി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഉടനെ തന്നെ കറിവേപ്പിലയും ആഡ് ചെയ്ത് നമ്മുടെ താളിപ്പ് റെഡിയായി. ഇനി നമുക്കിത് തിളച്ച നമ്മുടെ കറിയിലേക്ക്, പുളിശ്ശേരിയിലേക്ക് ചേർത്തതാണിത്. നമുക്ക് നോക്കാം. ടേസ്റ്റ് അടിപൊളിയാണ്. കഴിച്ചവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. സീസൺ ഫുഡൊക്കെ നല്ലപോലെ കഴിക്കാം. താങ്ക് യു.